ഫ്രണ്ട്സ് എന്നോട് എല്ലാവരും കോമൺലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അണ്ടർ 10 ലാക്സിൽ എടുക്കാൻ പറ്റിയ വണ്ടി ഏതാണ്, എനിക്ക് ഏത് വണ്ടിയാണ് ആപ്റ്റ് ആവുക, സെഡാനാണോ ഹാച്ച് ബാക്ക് ആണോ അതോ SUV ആണോ സ്യൂട്ട് ആവുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 10 ലാക്സിൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികൾക്ക് ബെസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളൊന്ന് പറഞ്ഞു തരാവുന്നു. അപ്പോൾ നമ്മളിത് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ 10 ലാക്സിൽ ബെസ്റ്റ് ബഡ്ജറ്റ് കാറുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ 4 സെഗ്മെൻറ്റാണുള്ളത്: ഹാച്ച് ബാക്ക്, സെഡാന്, സബ് കോമ്പാക്ട് SUV, MPV ഉണ്ട്. MPV മോസ്റ്റ് കോമൺലി 10 ലാക്സ് ബഡ്ജറ്റിൽ വരത്തില്ല. അപ്പം നമ്മളൊരു വണ്ടി ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂസ് അനുസരിച്ചാണ്. അതായത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു. ഇപ്പം ഹാച്ച് ബാക്ക് എടുക്കാൻ പോകുന്നൊരു അതായത് നല്ല റോഡ് കണ്ടീഷൻ, അതായത് ഹാച്ച് ബാക്കിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. സോ നല്ല റോഡൊക്കെ ഉള്ളവരാണ്, നല്ല വീടൊക്കെ ഉള്ളവരാണ്, മീൻസ് നല്ല വഴിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഹാച്ച് ബാക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ വീട്ടിൽ 2-3 ഡ്രൈവേഴ്സ് ഉണ്ട്. ലൈക്ക് ഞാൻ ഓടിക്കുന്നുണ്ട്, എൻ്റെ വൈഫ് ഓടിക്കുന്നുണ്ട്, എൻ്റെ ഫാദറിൻ്റെ ഓടിക്കുന്നുണ്ട്. സോ എങ്ങനെയാണെങ്കിലും ഒരു ലേഡി ഡ്രൈവറും ഉണ്ട്, നമ്മൾ ഓടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് സൈസ് വണ്ടിയായിരിക്കും. സോ അതായിരിക്കും ഹാച്ച് ബാക്ക്, അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിൽ വരുന്നത് ഹാച്ച് ബാക്ക് എന്നുള്ളൊരു ഫസ്റ്റ് ഓപ്ഷൻ ആക്കി വരിക. നല്ല യാത്രാസുഖം നൽകുന്ന വണ്ടിയാണ് സെഡാൻ എന്ന് പറഞ്ഞാൽ. യാത്ര പിൻ സീറ്റിലും നമുക്ക് ഇന്നും നല്ല ഓട്ടമുണ്ട്. അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ 2-3 ആൾക്കാർ എപ്പോഴും നമ്മുടെ വണ്ടിയിൽ മോസ്റ്റ് കോമൺലി ഒരു മന്തിൽ ഒരു 4-5 പ്രാവശ്യമൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ വെച്ചൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇപ്പോൾ ട്രാവൽ കംഫോർട്ടുള്ള ഒരു വണ്ടി വേണം. ഇപ്പോൾ SUV ആയാൽ പോലും ഹാച്ച് ബാക്ക് ആയാൽ പോലും അതിനേക്കാളും ട്രാവൽ കംഫോർട്ട് എപ്പോഴും കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡാനായിരിക്കും. ഇപ്പോൾ SUV വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി റോൾ ഉണ്ടായിരിക്കും, കുറച്ചുകൂടെ ഹാർഡ് സ്റ്റിഫ് സസ്പെൻഷൻ ആയിരിക്കും. സോ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാൻ സാധ്യതയുണ്ട്, പുറകെ ഇരിക്കുന്നവർക്ക് ഡിസ്കംഫോർട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതേ സ്ഥാനത്ത് നമ്മൾ സെഡാനാണെങ്കിൽ ട്രാവൽ കംഫോർട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഒരു നീണ്ടു നിവർന്നിരുന്ന് റിലാക്സ് ചെയ്ത് ഒരു യാത്ര പോകാനുള്ള സ്പേസസ് ഉണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SUV, സബ് കോമ്പാക്ട് SUV. സോ കമ്മിങ് ടു SUVs, അതിനകത്ത് വരുമ്പോഴത്തേനുമാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്, ഒരു ബിഗ് സൈസ്ഡ് വണ്ടിയാണ്. ഒരു ആൾക്കാർ കോമൺലി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഒരു ഹാച്ച് ബാക്ക് എടുക്കുന്നതിന് നല്ല കുറച്ചുകൂടെ വലിപ്പമുള്ള ബേസ് വേരിയൻ്റ് ആണെങ്കിൽ ഒരു SUV എടുക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഹാച്ച് ബാക്കിൻ്റെ യൂസ് ഉള്ളെങ്കിൽ ഒരിക്കലും SUV നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ലൈക്ക് ഹാച്ച് ബാക്ക് തന്നെ ധാരാളമാണ്. അതിൻ്റെ ഒരു ടോപ്പ് വേരിയൻ്റ് എടുക്കുവാണെങ്കിൽ ബേസ് വേരിയൻ്റ് SUV എടുക്കുന്നതിനേക്കാളും നല്ലതാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവുണ്ട്, സർവീസ് കോസ്റ്റ് കുറവുണ്ട്. പിന്നെ SUV അല്ലെങ്കിൽ ഒരു സബ് കോമ്പാക്ട് SUV വരുമ്പോൾ മിനിമം 15 ഇഞ്ച് സൈസ് ടയർ ആയിരിക്കും വരിക. നമുക്ക് ഹാച്ച് ബാക്കിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ 14-ഉം 13-ഉം ടയർ സൈസൊക്കെ അവൈലബിൾ ആണ്. കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും സാധനങ്ങൾക്ക്. സോ SUV കാറ്റഗറി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രിഫർ ചെയ്യുക. ഈ ഓൾമോസ്റ്റ് വണ്ടിയിൽ എപ്പോഴും, അതായത് മന്ത്ലി വൺസോ ടോയ്സോ ഒക്കെ നമ്മുടെ ഫാമിലി ആൾക്കാർ കയറുന്നുള്ളൂ. നമ്മളാണ് കൂടുതൽ വണ്ടി കൺട്രോൾ ചെയ്യുന്നത്. ഈവൻ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല റൈഡിങ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ SUVക്ക് നൽകാൻ സാധിക്കും. കുറച്ചുകൂടെ കോൺഫിഡൻസ് ഡ്രൈവിങ്ങിൽ നൽകാൻ സാധിക്കും. ഈവൻ കുറച്ചുകൂടെ പെർഫോമൻസും നമുക്കൊരു ലക്ഷറി ലുക്കും കാര്യങ്ങളും ഒക്കെ നൽകുന്നത് SUV ആണ്. സോ അങ്ങനെ വരുമ്പോഴത്തേന് ആൾക്കാർ കൂടുതൽ SUV പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് SUV എന്നുള്ള അല്ലെങ്കിൽ SUV ആവശ്യമുണ്ടെങ്കിൽ മാത്രം SUV ചൂസ് ചെയ്താൽ മതി. ഒരു ഹാച്ച് ബാക്കിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് എടുത്താൽ ഇറ്റ്സ് ഗുഡ് ഫോർ ദാറ്റ്. നമുക്ക് ബഡ്ജറ്റ് സെഗ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മളൊരു വണ്ടി ചൂസ് ചെയ്യേണ്ട ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. പിന്നെ MPV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 7 സീറ്റർ വണ്ടികളൊക്കെ, 7 സീറ്റർ വണ്ടികൾ എടുക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് 7 പേര് മിനിമം ഒരു 7 സീറ്ററിൻ്റെ യൂസ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. വർഷത്തിൽ 1-2 പ്രാവശ്യം എയർപോർട്ട് പോകുന്നതിനും അല്ലെങ്കിൽ കസിനെ, ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ കൊണ്ടുവരാൻ വേണ്ടി എയർപോർട്ട് പോകുന്നവരും വെറുതെ ഒരു 7 സീറ്റർ എടുത്തിട്ട് അതിൻ്റെ എക്സ്പെൻസസ് നമ്മൾ വെറുതെ പൈസ മുടക്കിക്കൊണ്ടിരിക്കുക. ഈവൻ ഇൻഷുറൻസ് ആണെങ്കിൽ പോലും, ടാക്സ് ആണെങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. സോ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കൊരു ആ സമയത്ത് വേണമെങ്കിൽ ഒരു വണ്ടിയും കൂടെ വിളിച്ചാൽ പോലും ആ എക്സ്പെൻസിൻ്റെ 4-1 പോലും നമുക്ക് ചിലവ് വരത്തില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. സോ 7 സീറ്റർ ആവശ്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. ഈ ലക്ഷറി വണ്ടികളിലേക്ക് വരുമ്പോഴത്തേനാണെങ്കിൽ 7 സീറ്റർ കോമൺ ആയിട്ട് നമ്മൾ ഫോർച്യൂണറിലൊക്കെ കണ്ടുവരുന്നുണ്ട്, എൻഡവർ, ഫോർച്യൂണർ പോലുള്ള വണ്ടികൾ കണ്ടുവരുന്നുണ്ട്. സോ ആ കാറ്റഗറി അല്ല, നമ്മൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലോട്ടാണ്. സോ നമുക്ക് ഇനി നോക്കേണ്ടത് അണ്ടർ 10 ലാക്സിൽ എങ്ങനെ ഒരു നല്ല വണ്ടി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ സെനേറിയോ ഇതൊക്കെയാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് വണ്ടിയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അണ്ടറിൽ നമുക്ക് വരുന്ന കുറച്ച് വണ്ടികളുടെ ലിസ്റ്റ് നോക്കാം. സോ ഞാൻ കോമൺലി നമ്മൾ പറഞ്ഞൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ ആൾക്കാർ കോമൺലി നോക്കുന്ന ഒന്ന് റിലയബിലിറ്റി നോക്കും, പിന്നെ ഒന്ന് ബഡ്ജറ്റ് നോക്കും, ഡെഫിനറ്റ്ലി പിന്നെ മൈലേജ് എന്ന് പറയുന്ന കൺസേൺ വരും. സോ നമുക്ക് ഈ കാറ്റഗറി വരുന്ന കുറച്ച് വണ്ടികൾ നോക്കാം. ബെസ്റ്റ് ബഡ്ജറ്റ് ലിസ്റ്റിലുള്ള സെഡാൻ കാർസിനെ ആദ്യം നമുക്ക് നോക്കാം. അത് നമുക്ക് ആകപ്പാടെ സെഡാൻ ലിസ്റ്റിൽ നല്ല എടുക്കാൻ പറ്റിയ 2 വണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ ഒരു സ്വിഫ്റ്റ് ഡിസയറും ഒരു ഹോണ്ട അമേസും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്വിഫ്റ്റ് ഡിസയറിനെ കുറിച്ച് നോക്കാം. ഇപ്പം സ്വിഫ്റ്റ് ഡിസയറിനെ കുറിച്ച് അറിയാം. ഓൾറെഡി ഇറ്റ്സ് എ 3 സിലിണ്ടർ എഞ്ചിൻ,
ഓൾമോസ്റ്റ് 80 BHP 115 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇപ്പോൾ സ്വിഫ്റ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിന് 25.4 കിലോമീറ്ററാണ് കമ്പനി ഇതിനകത്ത് ഓഫർ ചെയ്യുന്നത്. എന്നാൽ 20+ മൈലേജ് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. സോ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ റീസെൻ്റ്ലി ഒരു മാരുതിയുടെ മുഖം തന്നെ മാറ്റിമറിച്ചൊരു വണ്ടിയാണ്. ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോണ്ട അമേസ് ആണ്. ഓൾമോസ്റ്റ് അറിയാം കുറച്ചുകൂടെ ഒരു പൊടിക്ക് പവർ ഡിഫറൻസ് ഉണ്ട്. ഒരു 88 BHP പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ് ഹോണ്ട അമേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓൾമോസ്റ്റ് 110 ന്യൂട്ടൺ ടോർക്കും ഈ വണ്ടിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓഫ് കോഴ്സ് കുറച്ചുകൂടെ കാണാൻ ലുക്ക് വൈസ് ആണെങ്കിലും ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട അമേസ്. ടൊയോട്ട എന്ന് പറയുന്ന വണ്ടി റിലയബിലിറ്റി ആണെങ്കിൽ ക്വാളിറ്റി പ്ലസ് റിലയബിലിറ്റി എന്നൊരു പറയുന്നൊരു സാധനം നമുക്കിപ്പോൾ ഹോണ്ടയിൽ വിശ്വാസം അർപ്പിക്കാം. അത് ട്രസ്റ്റഡ് ബ്രാൻഡ് തന്നെയാണ്. ഹോണ്ടയ്ക്ക് വില കൂടുതലാണ് എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് മാത്രം ഇന്ത്യയിൽ അത്ര ക്ലച്ച് പിടിക്കാത്തൊരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. സോ ഹോണ്ട ഇറ്റ്സ് റിലയബിലിറ്റി. നമുക്ക് ഹോണ്ടയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുൻ ജനറേഷൻ വണ്ടികൾക്ക് കുറച്ച് പവർ ട്രെയിനും മൈലേജ് ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു. പവർ ലാഗ് നന്നായിട്ടുണ്ടായിരുന്നു. മൈലേജ് 12 to 15 മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ പുതിയ ജനറേഷൻ അമേസ് വന്നപ്പോഴത്തേനാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പവറിനകത്ത് കുറച്ച് കോൺഫിഗറേഷൻ അവർ കുറച്ച് പെർഫോമൻസ് അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ട്യൂണിങ് മാത്രം ഡിഫറൻസ് ഉള്ളൂ. വലിയ പവർ കോൺഫിഗറേഷൻ ഒന്നും വലിയ ഡിഫറൻസ് വന്നിട്ടില്ല. അടുത്ത് നമുക്ക് സബ് കോമ്പാക്ട് SUV ലിസ്റ്റിലോട്ട് നോക്കാം. സബ് കോമ്പാക്ട് SUV വരുമ്പോഴത്തേനാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് റെനോൾട്ട് കൈഗർ ഉണ്ട്, നിസാൻ മാഗ്നറ്റ് ഉണ്ട്, ടാറ്റ പഞ്ച് ഉണ്ട്, ഇപ്പം പുതിയ സ്കോഡ കൈലാക്ക് ഉണ്ട്. ഇതിനകത്ത് നിന്ന് ഏത് വണ്ടി പ്രിഫർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റായിട്ട് ഞാൻ പറയുവാണെങ്കിൽ ആദ്യമേ തന്നെ നിസാൻ മാഗ്നറ്റും റെനോൾട്ട് കൈഗറും ടാറ്റ പഞ്ചും എടുത്ത് പള്ളയെ കളഞ്ഞിട്ട് സ്കോഡ കൈലാക്കേ ഞാൻ പറയുള്ളൂ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 3 വണ്ടി അട്ടർ ഫ്ലോപ്പാണ്. ഞാനൊരു കൈഗർ ടർബോ യൂസർ ആയതുകൊണ്ട് തന്നെ പറയുവാണ് ബാക്കി 3 വണ്ടി അട്ടർ ഫ്ലോപ്പാണ്. കൈലാക്ക് കുറച്ചുകൂടെ ബെറ്ററാണ്. അതായത് സ്കോഡയുടെ ഒരു പ്രീമിയം വണ്ടിയാണ്. സ്കോഡ എന്ന് പറഞ്ഞൊരു പ്രീമിയം ബ്രാൻഡിൻ്റെ വണ്ടിയാണ്. അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും സ്കോഡയുടെ പെർഫോമൻസ് ഉണ്ടായിട്ടുള്ള വണ്ടികളാണ്. സോ അതിന് നല്ല പെർഫോമൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 15 കിലോമീറ്റർ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന നിസാൻ മാഗ്നറ്റിനും റെനോൾട്ട് കൈഗറിനും ടാറ്റ പഞ്ചിനും അവർ ഈ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല കോസ്റ്റ് കട്ടിങ് വെച്ചിട്ടുണ്ട്. ഈവൻ റെനോൾട്ട് കൈഗറിലാണെങ്കിൽ ഒരു ഡെഡ് പെഡൽ പോലും ഇല്ല, നമുക്ക് കാല് വെക്കാനുള്ള സ്പേസ് ഇല്ല. 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്, അണ്ടർ പവേഡ് ആണ്. അതിന് ടർബോ എടുത്താലേ പവറുള്ളൂ. ആ ടർബോയ്ക്കാണ് ഇൻഷ്യൽ ലാഗ് ഉണ്ട്. മൈലേജ് ഈ പറഞ്ഞ 12 to 15 കിലോമീറ്റർ മൈലേജ് ഈ രണ്ടിനും കിട്ടുള്ളൂ. സോ കുറച്ചുകൂടെ നമുക്ക് എപ്പോഴും ബെറ്റർ സ്കോഡ കൈലാക്കാണ്. പക്ഷേ അതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു 15 കിലോമീറ്റർ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. റിലയബിലിറ്റി എന്ന് പറഞ്ഞ ഫാക്ട് വരത്തില്ല. പിന്നെ സർവീസ് കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്കോഡ ഒരു 5000 റേഞ്ചൊക്കെ സർവീസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കത് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാവും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ഒരു ലോങ് ടൈമിൽ 30,000 കിലോമീറ്റർ കഴിയുമ്പോൾ. പക്ഷേ ഈ 3 എപ്പോഴും നല്ലത് സ്കോഡ കൈലാക്ക് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ തന്നെ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഏത് വണ്ടി ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസ് നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ i10 ഉണ്ട്, i20 ഉണ്ട്, ബലേനോ ഉണ്ട്, ഫ്രോങ്സ് ഉണ്ട്, ഈവൻ പുതിയ ടാറ്റ ആൾട്രോസ് അവിടെ വന്നിട്ടുണ്ട്. സോ അണ്ടർ 10 lakhs മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഓറിയൻറ്റഡ് ഹാച്ച് ബാക്ക് നമുക്ക് അവിടെ ലഭിക്കും. ഈവൻ ഞാൻ ഇതിനകത്ത് ഏത് റെക്കമെൻഡ് ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പിക്ക് ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ i20 ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. i10 എനിക്കൊരു ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിന് മുമ്പത്തെ ഗ്രാൻഡ് i10 ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന, പക്ഷേ വണ്ടിക്ക് മൈലേജ് കുറവാണെങ്കിലും അതിൻ്റെ റിഫൈൻമെൻറ്റ്, പെർഫോമൻസ്, അഡിക്വേറ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി, സർവീസൊക്കെ നോക്കുവാണെങ്കിൽ i10 നല്ല വണ്ടിയായിരുന്നു. പക്ഷേ i20 പുതിയ വന്നപ്പോഴത്തേനാണെങ്കിൽ കപ്പാസിറ്റീസിലെ ആ എഞ്ചിൻ അത്ര വർക്കൗട്ടായിട്ട് അല്ലെങ്കിൽ ലുക്ക് വൈസ് ആണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പ്രിഫറബിളി ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ 2 വണ്ടികളാണ്. ഒന്ന് i20, i10. ഈ 2 ലേഡീസ് യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് കോമ്പാക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. നെക്സ്റ്റ് പറഞ്ഞാൽ ടാറ്റ ആൾട്രോസ്. ഇതിന് മുമ്പത്തെ ജനറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ കുറവായിരുന്നു. പിന്നെ മൈലേജ് ഈ പറഞ്ഞ 12 to 15 അതിന് മൈലേജേ ഉള്ളൂ. ആ 1.2 ലിറ്റർ എഞ്ചിന് ഭയങ്കര എഞ്ചിൻ നോയ്സും ഈ പറഞ്ഞ കമ്പോണൻസ് പാർട്സൊക്കെ ഭയങ്കര ലോ ക്വാളിറ്റി ആയിരുന്നു. വണ്ടിക്ക് മറ്റേ ആന അലറുന്ന പോലത്തെ സൗണ്ടൊക്കെയാണ് ടാറ്റ ആൾട്രോസ് ആണെന്ന് തോന്നുന്നുണ്ട്. പുതിയ ജനറേഷൻ കുറച്ചുകൂടെ അപ്ഡേഷൻ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ റിഫൈൻമെൻറ്റും കുറച്ച് പവറും കുറച്ച് മൈലേജും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ടാറ്റ ആൾട്രോസ് എന്ന് പറഞ്ഞ സർവീസ് എസ്പെഷ്യലി എടുത്തു കൊണ്ട കാര്യമാണ് കേട്ടോ. നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇപ്പോഴും ടാറ്റയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സോ അതും കൂടെ ബെറ്റർ ആകുവാണെങ്കിൽ ടാറ്റ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. കാര്യം വെച്ചാൽ അവർ ഈ പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ നന്നായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അതൊരു മെയിൻ ഘടകമാണ്. ഇപ്പോൾ ഈവൻ ഇതിനകത്തുനിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന
സെഗ്മെൻറ്റിൽ, അതായത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു അണ്ടർ 10 lakhs ഏത് ഹാച്ച് ബാക്ക് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും പറയുവാണെങ്കിൽ ഫ്രോങ്സ് എടുത്തോളാനേ പറയുള്ളൂ. കാരണം വെച്ചാൽ കുറച്ച് സേഫറാണ് വണ്ടി, പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ബോൾഡ് ലുക്കിംഗ് ഉണ്ട്, ആൻഡ് എക്കണോമിക്കലാണ്. മൈലേജ് ആൻഡ് പെർഫോമൻസ്, അഡിക്കേറ്റ് മൈലേജും ഉണ്ട്, അഡിക്കേറ്റ് പെർഫോമൻസും ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുവാണെങ്കിൽ ഫ്രോങ്സ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ബെലേനോ അതിനകത്ത് വരും, ബെലേനോ വരും, ഗ്ലാൻസ വരും കേട്ടോ. ടൊയോട്ടയ്ക്ക് ഗ്ലാൻസ കൊടുത്തു. ബെലേനേക്കാളും കുറച്ചുകൂടെ ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗ്ലാൻസയാണ്. പിന്നെ ടാറ്റയുടെ ടേസർ ടൊയോട്ടയുടെ ടേസർ അങ്ങോട്ട് ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഗ്രില്ലൊക്കെ മാറിയപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ലുക്ക് എനിക്ക് തോന്നിയത് നമ്മുടെ ഫ്രോങ്സ് തന്നെയാണ്. അപ്പം ഈ ടൊയോട്ടയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂടുതലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫീച്ചേഴ്സും ഡിഫറൻസ് ഉണ്ട്, അവരുടെ ഓരോ വേരിയൻസ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. വാറണ്ടി ടൊയോട്ടയ്ക്ക് കൂടുതലാണ്, പിന്നെ നല്ല സർവീസ് ടൊയോട്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ കാരണങ്ങളാൽ ടൊയോട്ട ഒരു പ്രിഫറബിൾ ആണ്. ഗ്ലാൻസ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഫ്രോങ്സ് ആ റേഞ്ചിലോട്ട് പോകും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സസ് ഏതാണെന്നുള്ളത് നോക്കുക. ഗിയർ ബോക്സ് നോക്കുക, ഈവൻ വണ്ടിയുടെ പെർഫോമൻസ് നോക്കുക, മൈലേജ് ആണോ എന്ന് നോക്കുക. കുറേ വണ്ടികൾ നമുക്ക് അൺയൂഷ്വലായിട്ട് നമുക്ക് വേണ്ടെന്ന് വെച്ച് തന്നെ കളയാൻ പറ്റും. കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഗിമ്മിക്സുകൾ കൊണ്ട് മാത്രം നടക്കുന്ന വണ്ടികളുണ്ട്. സോ നമ്മുടെ ചോയ്സസ് ആണ് വണ്ടി ഏത് വേണമെന്നുള്ളത്. ഇപ്പോൾ ഈവൻ ഞാനല്ലേ ഈ സബ് കോമ്പാരേറ്റീവിലോട്ടൊക്കെ പോകുന്ന റെനോൾട്ട് കൈറോ, നിസാൻ മാഗ്നറ്റോ, ടാറ്റ പഞ്ചോ ഒന്നും നോക്കുക പോലും ചെയ്തെന്ന് ഞാൻ പറയുള്ളൂ. പവറും ഇല്ല, പെർഫോമൻസും ഇല്ല, മൈലേജും ഇല്ല, നല്ല സർവീസും ഇല്ല. ഈ പറഞ്ഞ റെനോൾട്ടിനും നിസാൻ എപ്പോൾ ഇന്ത്യ വിട്ട് പോകുന്നു നോക്കിയാൽ മതി. റെനോൾട്ടിൻ്റെ കാര്യം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. വൻ ഓഫറും കാര്യങ്ങളൊക്കെ തരും, നല്ല റീസെയിൽ വാല്യൂ തരും, പക്ഷേ വണ്ടി കൊള്ളത്തില്ല. അത് ഞാൻ എടുത്ത് പറയുകയാണ്. സോ നമ്മൾ ഇന്ന് ലിസ്റ്റ് നോക്കിയത് 10 lakhs ബഡ്ജറ്റിൽ നമുക്ക് നോക്കാവുന്ന, മോസ്റ്റ് പ്രോബബ്ലി നോക്കാവുന്ന വണ്ടികളാണ്. അപ്പോൾ ഇതേപോലെ 10 lakhs നമ്മൾ 15 lakhs ആയിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിലുള്ള വണ്ടികൾ, ഏത് സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂ ഡിഫറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ തോട്ട്സ് ഡിഫറൻസ് ആണ്. എനിവേ ഞാൻ ഒരു എൻ്റെ കൺസേൺ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രം ഓൾമോസ്റ്റ് ഒരു 230ഓളം യൂസർ റിവ്യൂസ് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള എക്സ്പീരിയൻസിൽ നിന്ന് പല യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്കിൽ നിന്ന് നമ്മളറിഞ്ഞ ഡേറ്റാസൊക്കെ ക്രോഡീകരിച്ച് നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് വിശദീകരിച്ച് പറയുന്ന ഡേറ്റാസൊക്കെയാണ്. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഇത്തരം വണ്ടികളുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള വണ്ടികളോ അല്ലെങ്കിൽ എത്ര റേറ്റ് വരെയുള്ള സെഗ്മെൻറ്റിലുള്ള 20 lakhs 15 lakhs വരെയുള്ള വണ്ടികളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. എന്നാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്ന നമ്പറെ ദിസ് ഇസ് ജിഷ്വാൻ മരാർ.